ശരി, രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ നടപടികൾക്കൊരുങ്ങുകയാണ് ഇന്ത്യ. പാക് വിമാനങ്ങൾക്കടക്കം, പാകിസ്ഥാൻ കപ്പലുകൾക്കടക്കം അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വ്യോമമേഖല പൂർണ്ണമായും അടയ്ക്കുന്ന സാഹചര്യമൊക്കെ അതിലേക്കൊക്കെ ഇന്ത്യ കടന്നേക്കും. എന്നിരുന്നാലും സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം വീണ്ടും വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ രാവിലെ 11 മണിക്കാണ് യോഗം. പഹൽഗാം ആക്രമണത്തിന് ശേഷം രണ്ടാം തവണയാണ് യോഗം ചേരുന്നത്. ആന്റണി ജിസ് ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, നിരവധി നടപടികൾ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിരവധി നടപടികൾ സ്വീകരിക്കാനുമുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുമൊക്കെ കൃത്യമായൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നാളത്തെ മന്ത്രിസഭാ യോഗത്തോടെ അതിനൊക്കെ ഒരു വ്യക്തത വരും എന്ന് തന്നെ കരുതാം, അല്ലേ? തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു യോഗം തന്നെയാണ് നാളെ നടക്കുന്നത്. നമുക്കറിയാം, രണ്ടാം തവണയാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്നത്. നമുക്ക് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ മോദി സൗദിയിൽ നിന്ന് മടങ്ങിയെത്തി അന്ന് തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിലാണ് പാകിസ്ഥാനെതിരെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കാൻ, സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ, അത്തരത്തിൽ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുത്തത് കഴിഞ്ഞ ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിലാണ്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആയി കൂടിക്കാഴ്ച നടത്തുന്നു, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ പല തലങ്ങളിൽ കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, പല തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, സൈന്യത്തിൻ്റെതടക്കമുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പ്രധാനമന്ത്രിക്കരികിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നിലവിൽ ഉണ്ട്. അതിൻ്റെ പുതിയ അപ്ഡേഷനുകൾ വരുന്നു. പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നു. മാത്രമല്ല, നിരന്തരമായി പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഈ ഖ്വാജ ആസിഫ് അടക്കം അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു യോഗം തന്നെയാണ് നാളെ ചേരാനിരിക്കുന്നത്. ഇനി പാകിസ്ഥാനെതിരെ എന്ത് നടപടിയായിരിക്കും ഇന്ത്യ കൈക്കൊള്ളാൻ പോവുക? സൈനിക നടപടികളിലേക്ക് അടക്കം എല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ സൈനിക നടപടി വേണമെന്നുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങളിലേക്കൊക്കെ ഇന്ത്യ പോകുമോ എന്നറിയാൻ നാളെ ഈ യോഗത്തോടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാവിലെ 11 മണിക്കാണ് ആ യോഗം ചേരുക. അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്.